തുലാം രാശിയുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപതിയും അതേപോലെ തന്നെ ആറാം ഭാവത്തിൻ്റെ അധിപതിയുമായ ഗ്രഹം അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അഷ്ടമഭാവം അതേപോലെ തന്നെ നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് ഉച്ചം കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ വ്യാഴം എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഷഷ്ടം ദ്വാദശമഷ്ടമഞ്ചമനിയോ ഭാവാൻ അനിഷ്ടാൻ വിധ തന്വാധന്യത വിക്ഷുതവോ യോവാച ഭാവസ്വ എന്നാണ്. 6, 8, 12 രാശികളിൽ നിൽക്കുന്ന ഗ്രഹം മോശമായ ഗ്രഹം എന്നാണ് പറയുക. അതിൽ അഷ്ടമസ്ഥാനത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ അതികഷ്ടോഷ്ടമം, അവ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നു. അപ്പോൾ ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മരുന്ന് ചികിത്സകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടിവരും. അതിലൂടെ തന്നെ മനസ്സിൻ്റെ സാന്നിധ്യം നിലനിർത്താനായിക്കൊണ്ടാണ് യോഗ അങ്ങനെയുള്ള ഇതിൽ ചേരുന്നതും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇതിൽ പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ 8ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുക, മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നാണ് പറയുക. ദാമ്പത്യത്തിൽ അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ളതും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളികൾക്കും ഇടയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാം. അന്യരുമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ദമ്പതികൾ പിരിയുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നു. വഴക്കിന് സമാനമായ സാഹചര്യങ്ങളും ഉണ്ടാകാം എന്നുള്ളതാണ് പറയുക. വ്യാഴത്തിൻ്റെ സംക്രമണ വേളയിൽ വലിയ ഒരു തുക നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ട്, യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യപരമായിട്ടും പങ്കാളിയുടെ ആരോഗ്യപരമായിട്ടും നന്നായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ഏപ്രിലിനും ഓഗസ്റ്റിനും ഇടയിലുണ്ടായിരുന്ന ചില നിയമപ്രശ്നങ്ങൾ, ഗവൺമെൻറ്റുമായിട്ടുള്ള ചില പ്രയാസങ്ങൾ വന്നേക്കാം എന്നുള്ളതും കൂടിയും പറയുന്നു. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതും കൂടിയും പറയാം. ഈ വ്യാഴ സംക്രമണം നിങ്ങൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ നൽകിയേക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ പോകുന്നവർക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ നേട്ടം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണെന്ന് പറയുന്നു. ഒക്ടോബറിന് ശേഷമാണ് അത് പറയുന്നത്. ഇപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് തുലാക്കൂറുകാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കൂടാനുള്ള സാധ്യതകളുണ്ട്. ശത്രു ഉപദ്രവങ്ങളിലൂടെ നമുക്ക് തൊഴിൽ നഷ്ടങ്ങളും കുടുംബത്തിൽ മനസമാധാനമില്ലായ്മയും വ്യാധി വരുവാനുമുള്ള സാധ്യതകളൊക്കെ കൂടുതലായിട്ട് പറയാം. കാരണം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ശത്രുബാധാ ദോഷങ്ങൾ ചെയ്താൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബാധിക്കും എന്നുള്ളതാണ് പറയുക. കാരണം നിങ്ങളുടെ 6ാം ഭാവാധിപനാണ് വ്യാഴൻ. ആ വ്യാഴൻ വന്നിട്ട് അഷ്ടമസ്ഥാനത്ത് നിൽക്കുകയും നിങ്ങളുടെ സമയം ശരിയല്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് അത് ജോലിയിലാവാം, ചിലപ്പോൾ വിവാഹ സംബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ തർക്കങ്ങളിലൂടെ ആവാം, കോടതി സംബന്ധപ്പെട്ട കേസുകളിലൂടെ ആവാം. എല്ലാം ശത്രുബാധാ ദോഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പ്രതികൂലമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രതികൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാശങ്ങൾ സംഭവിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൻ്റെ ഉള്ളിൽ കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അനാവശ്യമായ വാക്കുകൾ സംസാരിക്കാതിരിക്കുന്നതും ഗുണം ചെയ്യുന്നത് നിങ്ങൾക്കായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് കൊളുത്തി സന്ധ്യാനാമങ്ങൾ ജപിക്കുന്നതും കുട്ടികളെ കൊണ്ട് സന്ധ്യാനാമങ്ങൾ ജപിപ്പിക്കുന്നതും ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയാം. അപ്പോൾ ആ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് പറയാം. നിങ്ങൾക്ക് അവിടെ തന്നെ സമാധാനങ്ങളും അതിലൂടെ തന്നെ വിഷ്ണു സഹസ്രനാമങ്ങളും ലളിതാ സഹസ്രനാമങ്ങളും വീട്ടിൽ ജപിക്കുകയാണെങ്കിൽ ഈ കലഹങ്ങളെല്ലാം ഒഴിവാകുകയും നമ്മുടെ പ്രശ്നങ്ങളുടെ പാതി പരിഹരിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. അതിൽ പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ ഭൂമി സംബന്ധമായ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്ന സുഖമാണ്. ദാമ്പത്യത്തിൽ കലഹങ്ങളുണ്ടാവും. കമിതാക്കളുടെ വിവാഹങ്ങൾ, പോലീസ് കേസ് കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. പണം ചെലവ് വർദ്ധിക്കും. ധനകാര്യമായ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ സുഖാനുഭവങ്ങൾ കുറയും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ നിർബന്ധ ബുദ്ധി അത് ചില പ്രയാസങ്ങളിലേക്കും ചില പ്രശ്നങ്ങളിലേക്കും വഴിതെളിയിക്കും എന്നുള്ളതും കൂടി പറയണം. തർക്ക വിഷയങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദോഷമായിട്ടാണ് വരാനുള്ള സാധ്യത കാണുന്നത്. അതേപോലെ തന്നെ കഷ്ടങ്ങളും അധികം കൊടുക്കുന്ന ഒരു സമയമാണ്. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യങ്ങൾ. ഇപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈശ്വര സേവ നല്ലോണം ചെയ്യാം. മഹാവിഷ്ണുവിനെ നല്ലോണം പ്രാർത്ഥിക്കാം. സഹസ്രനാമങ്ങൾ, അഷ്ടോത്തരി, നാരായണീയം പോലെയുള്ള ഭാഗവതങ്ങൾ, ഭഗവത്ഗീത എന്നീ കാര്യങ്ങളൊക്കെ ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യത്തെ, ദോഷം കുറയ്ക്കാൻ പറ്റുന്നല്ല, അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുക. ഓക്കെ.
അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഇപ്പോൾ എന്നുള്ളത് എടുത്ത് പറയുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി.